എന്താ വിഷയൊക്കെ എന്താ പരിപാടി പ്രാവശ്യം? ഇതിങ്ങനെ ഫോണൊക്കെ കുത്തി കളിക്കാണ്ടേ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി പടമൊക്കെ വാങ്ങി വന്നാലോ? കൊല്ലത്തെ വിഷുവിന്റെ കാര്യത്തില് എന്താ വിഷുണ്ട്. പക്ഷെ വേറെ ആളുണ്ട്. ആരാ എൻ്റെ മുത്തച്ഛന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടാ. ദിവസം ഒരു ഇന്നോ നാളെയാണ്. എടാ അത് പേടിക്കണ്ട, എൻ്റെ ബജറ്റിൽ ഒരു പണിക്കരുണ്ട്, അടിപൊളി ആളാണ്. മുപ്പടുത്ത് പോയാലും മുപ്പര് കറക്റ്റ് പറഞ്ഞത് എത്ര ദിവസം ഉണ്ടാവും. നമ്മളെ മറ്റേ പണിക്കാരോ? പറഞ്ഞാൽ റെഡി ആവണേ. അയാൾ എടുത്ത് 5 ദിവസം കൂടെ തട്ടിപ്പോന്ന് വെച്ചിട്ട് അവൻ 5 ദിവസം തേച്ചില്ല. കറക്റ്റ് 4-ാം ദിവസം തട്ടിപ്പോ. അപ്പൊ വിഷു ഉണ്ടോ ഇല്ലേ പറ്റുമോ എന്നൊക്കെ നമുക്ക് പോയി നോക്കിയാലോ? നമ്മൾ പോയി നോക്കല്ലേ? പിന്നെ അടുത്താണോ? നമ്പർ ഉണ്ടോ? ഇല്ല, നമ്പറിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് പോയി കാണാം. അവിടെ അടുത്താ, പോയേക്കാം. നേരം വെക്കണ്ട, പരിപാടി ലേറ്റ് നേരം വെക്കണ്ട, പോയേക്കാം. ഈ പറഞ്ഞാൽ ശരിയാ. തിരക്കാണല്ലോ ഇവിടേക്കാ. വീട് പണിയില്ല. ഓ ഇതിന്റെ മോള് ഉണ്ടായിക്കില്ലേ? എന്റെ മോളാ? ഇതെന്ന് തോന്നുന്നു മോളാ. പോയോക്കാം. എന്താണോ ഈ മോളൊക്കെ പോയേക്കിട്ട് വീട്ടിലെത്തുമ്പോ അയാളെ തട്ടിപ്പോവോ? അയാൾക്ക് നല്ല ആയുസുള്ള ആളാ. അല്ലടാ, നല്ല പൈസ ആകുമോ? കാര്യം അറിയാം, 100 കൊടുത്താൽ മതി. ചെറുതെന്തെങ്കിലും കൊടുത്താൽ മതി, കുഴപ്പമില്ല. ചില്ലറത്തെ കൊടുക്ക. ഇനിയിപ്പോ വേണമെങ്കിൽ അയാളോട് വൈകുന്നേരം വരാൻ പറ, 2 പെഗ്ഗെങ്കിലും കൊടുക്കല്ലേ? അടിക്കോ? അടിക്കണ്ടോ? പണിക്കന്മാരെല്ലാവരും അടിക്കുന്നതാണ്. ചിക്കൻ തിന്ന് പഠിക്കരുത്. മുട്ടി ഓക്കെ. നമസ്കാരം. കല്യാണമുഹൂർത്തം നോക്കാമെന്നാണോ? അതൊന്നല്ലാതെ പറയടാ. കാര്യം പറ. പക്ഷേ കുറച്ച് കാലമായി. അപ്പോൾ ഈ വിഷു ഒന്ന് കഴിഞ്ഞ് കിട്ടുമെന്ന് അറിയാനാണ്. ആണോ കാര്യം? പേരും നക്ഷത്രവും വയസ്സും ഒന്ന് പറയാം. പേര് രാമണി, നക്ഷത്രം രാമണിന്റെ വയസ്സ് 80 വരെ നോക്കണോ? നോക്കണം. അഗ്നിയിലെ പുരോഹിതം യജ്ഞസ്യ ദേവമുദ്രം. രാവുണ്ണി മൂലം. ആയുർവേദയിൽ ശുക്രനാണ്. ആയുസ് നേഷണൽ പോലെ നീണ്ടു കിടക്കുക. ഓ, ഏതെങ്കിലും പാണ്ഡ്യരുടെ ഓപ്പോസിറ്റ് വരുന്നുണ്ടോന്ന് കൂടെ ഒന്ന് നോക്കാൻ പറ്റുമോ? എന്താ പറയണത്? കണ്ടോ ഇത്? രാവുണ്ണിനെ പറ്റി കിണറ്റിട്ടാലും ആള് കേറിപ്പോലും. അതാ കണ്ടോ ഇത്? ഓ, ശുക്രനാ. അല്ല, അത്രയ്ക്കൊന്നും വേണ്ട. വിഷൊന്നും കഴിഞ്ഞിട്ട് അവിടെ കോട്ടിയല്ല, കബഡിയാണ്. നിങ്ങൾക്കിപ്പോ എന്താ അറിയണ്ടേ? മുത്തശ്ശന്റെ കാര്യമാണോ? അത് ഈ വിഷു അല്ല, ഒരു 20 വിഷു നിങ്ങളെ കൂടെ ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം പോകുള്ളൂ നിങ്ങളെ വിട്ടിട്ട്. ഓ, സന്തോഷം. സന്തോഷമായി. എന്റെയും പോകാണ്ടിട്ടുള്ള പോകൂലേ? സന്തോഷമായില്ലേ എല്ലാവർക്കും? നമുക്ക് ദക്ഷിണ വെക്കുക. കൊടുക്ക. ഇത്രേ ഉള്ളൂ. സന്തോഷായില്ലേ? എന്നാ പൊക്കോളൂ. ചോദിച്ചു നോക്ക്. പോവാ അവിടെ. ഓരോ ഏഷ്യന്മാരും വന്നോണ്ട് രാവിലെ തന്നെ ആരെയാണോ കണി കണ്ടത്? ശിവ എന്നാലും ചവലാന്ന് ഉറപ്പല്ലേ? ഫുള്ളും കുറച്ച് ഗുണ്ടും വാങ്ങി പോവാ. ബാലി തന്നെ എല്ലാം വാങ്ങി വൈകുന്നേരം സെറ്റ് ആക്കാം. മുത്തശ്ശ, വിഷുവൊക്കെ ആയി, നമുക്ക് ആഘോഷിക്കണ്ടേ? വിഷയൊക്കെ ആയാ മോനെ. മരുന്നൊക്കെ ഉണ്ടല്ലേ? മരുന്ന് ഒന്നും ഇല്ലാതാ തോന്നുന്നു. മരുന്ന് നമുക്ക് മേടിക്കാം. വിഷുവായിട്ട് നമുക്ക് ആഘോഷിക്കണ്ടേ? പൂക്കളല്ല, വിഷുവിന് പടക്കാണ്. ഇപ്പൊ പടക്കം പൊട്ടും. തോന്നല്ല. മരുന്നൊക്കെ വാങ്ങട്ടോ. എനിക്കാ പടക്കം പൊട്ടിക്കണ്ടേ? നമുക്ക് പടക്കം പൊട്ടിച്ചാലോ? പടക്കം പൊട്ടിക്കണം. ഗുണം ഇടണം, ഒക്കെ ഇടണം. പടക്കം പൊട്ടിയിരല്ലോടാ. ഇപ്പൊ പൊട്ടു. ആരുണ്ട് അവിടെ പുറത്തുണ്ട്. മുത്തച്ഛന് വേണ്ടി 2 പാക്കറ്റ് ഗുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പൊട്ടും. ഗുണ്ടോ? ആടെ വേടാ, ഗുണ്ടന്റെ വേണടാ. ഉണ്ട്. തീർന്നു തോന്നുന്നു. അതിന്റെ വണ്ടി എടുത്തടാ, മുത്തച്ഛൻ തീർന്ന് പോയി.